ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോണത് എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. സംഭവം വലിയ സംഭവമൊന്നുമല്ല, എന്നാലും സംഭവം വളരെ സിമ്പിളാണ്. ബട്ട് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ. ഇതും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യണത് SEO പാർട്ടിലാണ്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെർച്ച് ബാറിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ്. ഇൻഡെക്സിങ്ങിനും കാര്യങ്ങളിലും അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിനെ കാണാൻ വേണ്ടി. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നുള്ള ആ ലിങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് എന്നാണ് ലോഞ്ച് ചെയ്ത ഡീറ്റെയിൽസ് 18 വർഷത്തിലും മേലെയായി ഗൂഗിൾ സെർച്ച് കൺസോൾ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കാണാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ. ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെബ്സൈറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസും ഗ്രാഫും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കീവേഡ്സ് കാര്യങ്ങൾ അങ്ങനെ A to Z നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഓവർവ്യൂ, ഇൻഡെക്സ് അയക്കുന്നത് ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ പേജിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അത് ഗ്രേറ്റ് ആണോ ബാഡ് ആണോ, അത് എങ്ങനെയാണെന്നുള്ളത് കാണാനുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്. എൻഹാൻസ്മെൻറ്റ്, അങ്ങനെ ഒരുപാട്. നിങ്ങൾക്കിനി പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് പ്രോപ്പർട്ടീസ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വേറെ വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യണില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൊമൈൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ URL പ്രിഫിക്സിൻ്റെ സെക്ഷനിലോ ആഡ് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഒരു കോഡ് വരും. ആ കോഡ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹെഡറിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ പെർഫോമൻസ് എടുത്ത് അതിനകത്ത് എത്ര ക്ലിക്സ് വന്നു, നമ്മുടെ വെബ്സൈറ്റിന് എത്ര ഇംപ്രഷൻ വന്നു, ആവറേജ് CTR എത്ര, നമ്മുടെ ആവറേജ് പൊസിഷൻ എത്രാമതാ, റാങ്കിങ് അയക്കണം, ഇതൊക്കെയും കാണാൻ പറ്റും. അതാണ് ഈ ഗ്രാഫ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഏതൊക്കെയും കീവേഡുകളിലാണ് ഇൻഡെക്സ് ആയേക്കണത്. ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റ് ചെയ്തു തുടങ്ങിയിട്ട് 1 വീക്ക് സംതിങ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാനൊരു 10 കീവേഡുകളിൽ റാങ്ക് ആക്കി വിത്തിൻ 1 വീക്കിനുള്ളിൽ. അതെങ്ങനെ ആക്കിയെന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് പറയാനില്ല. പിന്നെ നമ്മൾ ഒരു പേജ് എങ്ങനെ ഇൻഡെക്സ് ചെയ്യാം, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ബ്ലോഗിൻ്റെ URL ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ആ ഡാറ്റ റിട്രീവ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കാണിക്കും നിങ്ങളുടെ ഈ ലിങ്ക് ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സോ നിങ്ങളത് ഇൻഡെക്സിങ്ങിന് റിക്വസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലിങ്കിന് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗൂഗിൾ പറയും ഇന്ന കുഴപ്പമുണ്ട്, നിങ്ങളത് ശരിയാക്കിയാൽ മാത്രമേ ഇൻഡെക്സ് ആകത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻഡെക്സ് ആവും. ഇപ്പം എൻ്റെ ഈ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നൊരു വെബ്സൈറ്റ്. ഞാനത് മെയിൻ ഡൊമൈൻ മാത്രം ഇൻഡെക്സ് ആയിട്ടുള്ളൂ. ബട്ട് അതിലിടുന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെയും ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരുപാട് പണിയാനുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ഇൻഡെക്സ് ആയെന്നും പറഞ്ഞ് കാണിക്കും, ബട്ട് കുറേ ലിമിറ്റേഷൻ ഉണ്ടാവും. നമുക്ക് നോക്കാം. കാരണം ഇത് കുറച്ച് ടൈം എടുക്കും, 1 or 2 മിനിറ്റ് എന്തായാലും പിടിക്കും ഈ ലൈവ് ഇൻഡെക്സിങ് കറക്റ്റ് ആവാൻ വേണ്ടി. ഇപ്പോഴാണ് സബ്മിറ്റിംഗ് റിക്വസ്റ്റ് അയക്കണത്. ഇപ്പം അറിയാം ഓക്കെ ഇൻഡെക്സ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു വന്നു. ഇനിയും കോട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി ലൈവായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് ഇൻഡെക്സ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട്, ഇതിൻ്റെ ലൈവ് റിസൾട്ട് നമുക്കിപ്പോൾ അറിയാം. നമ്മുടെ ഇത് ഇൻഡെക്സ് ആവോ ഇല്ലയോ, അത് ഇൻഡെക്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, URL ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ബട്ട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തരുന്നില്ലേ, അത് ഞാൻ കൺവേർട്ടഡ് വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഇഷ്യൂ കാണിക്കുന്നത്. അത് താഴത്തേക്ക് വരുമ്പോൾ കാണിക്കേണ്ടത് ബ്രീഡ് ക്രംസ്, നമ്മളൊരു വാലിഡ് നെയിമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ HTML കോഡ് സെക്ഷനിലായാലും നമുക്ക് കാണാം എന്താണ് നമ്മുടെ എറർ. ആ എററുള്ള കോഡ് ഏതാണെന്നുള്ളത് നമുക്ക് നമ്മുടെ സൈഡിൽ ഇപ്പോൾ ഒരു URL പോലെ വരും. URL അല്ല, ഒരു ഇൻഡെക്സിങ് പേജ് പോലെ വരും. നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇൻസ്പെക്ട് URL ഇപ്പോൾ സൈഡിൽ വരും. കണ്ട ലാസ്റ്റ് നമ്മൾ ബ്രീഡ് ക്യാമ്പെന്ന് കണ്ടില്ല, അവിടെ നമ്മൾ നെയിം ആഡ് ചെയ്യാനായിട്ടാണ് ഈ എറർ വന്നേക്കുന്നത്. ആ ഡ്രാഗ് ചെയ്തേക്കണതാണ് എറർ. അത് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലോഗ് ഇടുമ്പോൾ അതിനകത്ത് ബ്രീഡ് ക്രാമ്പ് കാര്യങ്ങൾ നമ്മൾ ആ സെക്ഷനിൽ നമ്മൾ ക്ലിയർ ചെയ്യണം.
ഇതിപ്പോൾ കൺവേർട്ടഡ് വെബ്സൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലധികം പണിയാൻ നിൽക്കാതിരുന്നത്. കാരണം എന്തെങ്കിലും നമ്മൾ അധികം പണിത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെബ്സൈറ്റ് മൊത്തത്തിൽ പെട്ടെന്ന് ക്രിട്ടിക്കൽ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് വേർഡ് പ്രസ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളിത് ചിലപ്പോൾ ഇന്നറിയില്ല, നമ്മൾ എപ്പോഴെപ്പോഴും ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണില്ല. നമ്മളായിട്ടൊക്കെ ഇപ്പോൾ ഇന്ന് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ചെക്ക് ചെയ്യുക. കാരണം ഇത് കറക്റ്റ് റണ്ണിങ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യും. പക്ഷെ അത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നല്ലെങ്കിൽ അവരായിട്ട് ചാറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ പോയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാത്രമേ ഇവരൊരു വാലിഡ് ലിങ്ക് അയക്കൂ. ആ ലിങ്കിൽ നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് എക്സ്പയറോ, ലാസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ പെട്ടുപോകും. സോ അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കണില്ല. കാരണം ഈ ക്ലയൻറ്റിൻ്റെ ഉണ്ടായിരുന്നപ്പോൾ വെബ്സൈറ്റ് വളരെ അലമ്പായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോൾ ഗ്രാൻഡ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും വല്ല ഒറ്റയടിക്ക് നമ്മൾ ചെയ്യത്തില്ല, പയ്യെ ചെയ്യത്തുള്ളൂ. ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അത് ശരിയാവത്തില്ല. സോ അതുകൊണ്ട് അത് പയ്യെ നമ്മൾ ചെയ്യും. ഇത്രേ ഉള്ളൂ നമ്മുടെ സെർച്ച് കൺസോൾ. ഇപ്പോൾ എന്താണ് സെർച്ച് കൺസോൾ, എന്തിനാണ് സെർച്ച് കൺസോൾ യൂസ് ചെയ്യണം, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ, ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇതിനകത്ത് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യാനും, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അനലിറ്റിക്സ് കറക്റ്റ് കിട്ടാനും, എന്തോരം ക്ലിക്സ് വന്നിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ എത്രയ്ക്ക് പേര് കയറിയിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഒരു ടൂൾ കിറ്റ്. അത്രേ ഉള്ളൂ ഗൂഗിൾ സെർച്ച് കൺസോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 hours ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. സോ സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.